കേരളത്തിലെ പരമ്പരാഗത മ്യൂറൽ ചിത്രകല ക്യാൻവാസിൽ പകർത്തി വിസ്മയം തീർക്കുകയാണ് ഒരു കൂട്ടം കലാപ്രതിഭകൾ. പഞ്ചവർണ്ണങ്ങൾ ഉപയോഗിച്ച് ക്യാൻവാസിൽ വരച്ച ദേവീദേവന്മാരുടെ മ്യൂറൽ പെയിന്റിങ്ങുകളുടെ പ്രദർശനം ആലപ്പുഴ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ്. ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിന്റെ ഒരു കൂട്ടം ചിത്രകാരന്മാരും ചിത്രകാരികളും ചേർന്നാണ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നത്. രാജകൊട്ടാരങ്ങളിലും ക്ഷേത്രചുവരുകളിലും മാത്രം സ്ഥാനം പിടിച്ചിരുന്ന കേരളത്തിന്റെ പരമ്പരാഗത ചിത്രകലയാണ് മ്യൂറൽ ചിത്രങ്ങൾ. വിശാലമായ ചുവരുകൾക്കപ്പുറം മ്യൂറൽ ചിത്രങ്ങൾ ക്യാൻവാസിൽ പകർത്തി അതിന്റെ പ്രൗഢിയും ഗാംഭീര്യവും എവിടെയും എത്തിക്കുകയാണ് കലാകാരന്മാർ. അങ്ങനെയുള്ള ഒരു കൂട്ടം ചിത്രങ്ങളുടെ പ്രദർശനമാണ് ആലപ്പുഴ ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഒരുക്കിയിരിക്കുന്നത്. മുൻ മന്ത്രി ജി സുധാകരൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഈ മ്യൂറൽ പെയിന്റിങ്സിനെ ഇതൊരടിസ്ഥാന സംസ്കാരത്തിന്റെ ഭാഗമാണ്. നൈമിഷികമായ ഒരു സുഖം തരുന്നതല്ല ഇത്. അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കലയാണിത്. മലയാളികളുടെ ആദിമ കലകളിലൊന്നാണ്. ആദിമ മനുഷ്യൻ കരിങ്കൽ ഭിത്തികളിലോ എവിടെയൊക്കെ വരകളൊക്കെ വരച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ കലകളുടെ ആദ്യ മാതൃക ഈ മ്യൂറലുകളാണെങ്കിൽ സാഹിത്യത്തിലെ ആദ്യത്തേത് കവിതയാണ്. കവിതയിൽ നിന്നാണ് പിന്നെ സാഹിത്യം ഗദ്യമൊക്കെ ഉണ്ടായത് പിന്നീടാണ്. അപ്പോൾ വരകളുടെ ഈ ലോകവും കവിതയുടെ ലോകവും ഈ രണ്ട് കാര്യത്തിലും കേരളം സമ്പന്നമാണ്. 5 വർണ്ണങ്ങൾ കൊണ്ട് മാത്രം മനോഹരമാക്കിയ ചിത്രങ്ങൾ. കൃഷ്ണൻ, അയ്യപ്പൻ, ഗണപതി, ബാലമുരുകൻ, സന്താനഗോപാലം, ഗീതോപദേശം തുടങ്ങി 48 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. ആദ്യത്തെ ഒരു എക്സിബിഷൻ ആയതുകൊണ്ട് നമ്മൾ മോഡേണിസത്തിലേക്ക് കടക്കാതെ പഞ്ചവർണ്ണങ്ങൾ കൊണ്ട് മാത്രം 5 വർണ്ണങ്ങൾ മാത്രമാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് മാത്രമുള്ള ഏതാനും ദേവീ ദേവതകളുടെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അയ്യപ്പനുണ്ട്, ഗണപതിയുണ്ട്, പിന്നെ ഇത് അർദ്ധനാരീശ്വരനാണ്, അതേപോലെ തന്നെ ശങ്കരനാരായണനുണ്ട്. പിന്നെ അധികം കാണാതെ ഉള്ളതാണ് മുതലപ്പുറത്തിരിക്കുന്ന ഗംഗാദേവിയുടെ ഉണ്ട്, പിന്നെ കെട്ടുകാഴ്ചയുടെ ഉണ്ട്, നാഗരാജാവുണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ദേവീ ദേവതകളെയും ഉൾക്കൊള്ളിക്കാൻ ഞങ്ങൾ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്. പ്രദർശനം ജനുവരി 5 സമാപിക്കും. ജനം, ആലപ്പുഴ.